എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് അമൽ. 2024-25 എന്നീ വർഷങ്ങളിൽ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. നമുക്കറിയാം, മലയാളത്തിൻ്റെ ഭാഗത്ത് നിന്നും 10 മാർക്കിനാണ് സാധാരണയായിട്ട് ഒട്ടുമിക്ക PSCയുടെ പരീക്ഷകൾക്കും ചോദിക്കാറുള്ളത്. അതിൽ 10 മാർക്കിൽ 1 മാർക്ക് എന്ന് പറയുമ്പം പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു വീഡിയോ കാണുന്നതിലൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തേത് അടിമത്തം. അടിമത്തം എന്ന വാക്ക് വളരെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു വാക്കും കൂടിയാണ് അടിമത്തം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, അടിമത്തം എന്ന് എഴുതുമ്പോൾ ഇത്ത എന്നുള്ള ഈ ഒരു ഇതാണ് കൊടുക്കേണ്ടത്. ത എന്ന് കൊടുക്കരുത്, ഇത്ത. ഇതാണ് ശരിയായിട്ടുള്ള കാര്യം. ഇനി നിങ്ങൾ എഴുതുമ്പം അടിമത്തം എന്നുള്ളത് ശരിയായിക്കൊള്ളണം. ഞാനിപ്പോൾ ഈ പറഞ്ഞ സംഭവത്തിനെ പറ്റി ജൂനിയർ അസിസ്റ്റൻറ്റിൻ്റെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ വാക്കാണ് ചൂടാമണി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം, ഡ എന്നുള്ള ഈ ഒരു അക്ഷരമാണ് സാ തിരിച്ചിട്ട ഇതാണ് ഡ. ചൂടാമണിയെ ഇതിനെപ്പറ്റി ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ മെയിൻസ് പരീക്ഷയിലാണ് 2024 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ മെയിൻസ് പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ചൂടാമണി എന്ന് എഴുതുമ്പോൾ ഈ ഒരു അക്ഷരം ശ്രദ്ധിച്ചോളാം. ഡ എന്നുള്ള ഈ ഒരു അക്ഷരം ശ്രദ്ധിച്ചോളാം. ക്ലിയർ ആണല്ലോ? ഈ 2 വാക്കുകൾ ക്ലിയർ ആണല്ലോ? ഇതിൽ അടിമത്തം എന്നുള്ള ഈ ഒരു വാക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വെച്ചോളാം. ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള വാക്കാണ്. ഇനി അടുത്ത മൂന്നാമത്തെ വാക്കെന്ന് പറയുമ്പം ഘടക വിരുദ്ധം. മൂന്നാമത്തെ വാക്ക് ഘടക വിരുദ്ധം. ഘടക വിരുദ്ധം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ക എന്നുള്ള ആ ഒരു അക്ഷരമാണ്. സാധാരണഗതിയിൽ ഇഖ എന്നുള്ള ഘടക എന്നിങ്ങനെ എഴുതാറുണ്ട്. ഇത് തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ള കാര്യം. ഘടക വിരുദ്ധം. ഘടക വിരുദ്ധം എന്ന ഈ വാക്കിനെ പറ്റി LD ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോവിങ് ആ ഒരു പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 3 വാക്കുകൾ നോക്കിയോളാം. നാലാമത്തെ വാക്ക് ആദരാഞ്ജലികൾ. ആദരാഞ്ജലികൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം ഇതാണ് രാഞ്ജലികൾ. രാഞ്ജലികൾ. ആദരാഞ്ജലികൾ എന്നെഴുതുമ്പം ഈ ഒരു ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ആദരാഞ്ജലികൾ. രാഞ്ജലികൾ എന്നുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് പഠിച്ചു വെച്ചോളാം. ആദരാഞ്ജലികൾ എന്നുള്ള ഒരു വാക്കിനെ പറ്റി LD ക്ലർക്ക് കന്നഡ ആൻഡ് മലയാളം നോയിങ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 5ാമത്തെ വാക്ക് എന്ന് പറയുമ്പം നികൃഷ്ടം. നികൃഷ്ടം എന്ന വാക്കാണ്. നികൃഷ്ടം എന്നെഴുതുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എസ് പോലത്തെ ഡായാണ്. എസ് പോലത്തെ ഡായാണ് കൊടുക്കേണ്ടത്. നികൃഷ്ടം. നികൃഷ്ടം എന്ന വാക്കിനെ പറ്റി LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത 6ാമത്തേത് എന്ന് പറയുമ്പം യാദൃച്ഛികം. യാദൃച്ഛികം. ഇവിടെ 2 ചായ ഉണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പം 2 ചാ ഉണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിച്ചു വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം. ഈ ഒരു കാര്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു വാക്കിൽ നിന്നുള്ള മാർക്ക് നമുക്ക് എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. യാദൃച്ഛികം. ഇതിനെപ്പറ്റി മാട്രൺ ഗ്രേഡ് 1 പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. യാദൃച്ഛികം. ഈ 3 വാക്കുകൾ ഒന്ന് നോക്കിക്കൊള്ളാം. ആദരാഞ്ജലികൾ, അതിൽ രാഞ്ച ആ ഒരു ഇത് ശ്രദ്ധിച്ചോളണം. നികൃഷ്ടം, അതിൽ എസ് പോലത്തെ ഡായാണെന്ന് നമ്മൾ ശ്രദ്ധിച്ചോളണം. യാദൃച്ഛികം, അതിൽ 2 ചാ ഉണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളണം. ഈ 3 വാക്കുകൾ സെറ്റായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത 7ാമത്തേത് എന്ന് പറയുമ്പം മിഥ്യാധാരണ. മിഥ്യാധാരണ. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുമ്പം ധ എന്നുള്ള ആ ഒരു അക്ഷരമാണ്. മിഥ്യ ഇങ്ങനെ എഴുതും. മിഥ്യാധാരണ എന്നൊക്കെ എഴുതും. പക്ഷെ അങ്ങനെ ഒരിക്കലും എഴുതരുത്. അത് തെറ്റായ വാക്കാണ്. മിഥ്യ. മിഥ്യാധാരണ. ഈ ഒരു കാര്യം ഇനി ശ്രദ്ധിച്ചോളണം. മിഥ്യാധാരണ അതാണ് കറക്റ്റായ വാക്ക്. മിഥ്യാധാരണ എന്നുള്ള ഈ ഒരു ഇതിനെ പറ്റി LD ക്ലർക്ക് ബൈ ട്രാൻസ്ഫർ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത 8ാമത്തെ വാക്ക് എന്ന് പറയുമ്പം ഉദ്ഘാടനം. ഉദ്ഘാടനം. ഇവിടെ നമ്മൾ ദ് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചോളണം. സാധാരണഗതിയിൽ ഉദ്ഘാടനം ഇങ്ങനെ എഴുതും.
പക്ഷേ ഇത് തെറ്റായ കാര്യമാണ്. ഇല്ല് എന്നുള്ള അക്ഷരം കൊടുക്കരുത്, അത് തെറ്റാണ്. ഇവിടെ ദ് ആ ഒരു കാര്യം ശ്രദ്ധിച്ചോളാം. ഉദ്ഘാടനം, ഉദ്ഘാടനം. LD ക്ലർക്ക് കോട്ടയം ജില്ലയുടെ ആ ഒരു പരീക്ഷയിലാണ് ഉദ്ഘാടനം എന്നുള്ള ഈ ഒരു വാക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തത് 9ാമത്തേത് ഭഗവത്ഗീത. ഭഗവത് ഗീത. ഇവിടെ ദ് എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചോളാം. ഇവിടെ ദ് എന്ന അക്ഷരം ശ്രദ്ധിച്ചോളാം. സാധാരണയായിട്ട് ഭഗവത് ഗീത എന്ന് എഴുതാറുണ്ട്. ഇനി അങ്ങനെ എഴുതരുത്, തെറ്റാണ്. ഭഗവത് ദ് ഗീത, ഭഗവത്ഗീത. ഭഗവത്ഗീത എന്ന ഈ സ്പെല്ലിങ്ങിനെ പറ്റി LD ക്ലർക്ക് കൊല്ലം ജില്ലയുടെ പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 10ാമത്തെ വാക്ക് അസ്തിത്വം. 10ാമത്തേത് അസ്തിത്വം. ഇവിടെ അസ്തിത്വം എന്ന് എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ഇവിടെ താ മാത്രമേ ഉള്ളൂ. ത എന്ന് പറയുന്നതാണ് ശരി. ഇത്ത എന്ന് പറയുന്നത് കൊടുക്കരുത്, തെറ്റാണ്. ഇത്ത എന്നുള്ള ആ ഒരു വച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. ത മാത്രം കൊടുത്താൽ മതി. അസ്തിത്വം. ഇനി ശ്രദ്ധിച്ചോളണം, അസ്തിത്വം. അസ്തിത്വം എന്നുള്ള ഈ വാക്കിനെ പറ്റി 23-ലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 11ാമത്തെ വാക്ക് പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം. ഇവിടെ ദ എന്നുള്ള അക്ഷരം ശ്രദ്ധിച്ചുകൊള്ളണം. ന തിരിച്ചിട്ടുള്ള ദ. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം. ന തിരിച്ചുള്ള ദ. ദം. ഇത് ശ്രദ്ധിച്ചു വെച്ചോളാം. പ്രക്ഷുബ്ധം. പ്രക്ഷുബ്ധം എന്ന വാക്കിനെ പറ്റി LD ക്ലർക്ക് തമിഴ് ആൻഡ് മലയാളം നോയിങ് പരീക്ഷയിലാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. 12ാമത്തെ വാക്ക് അതിഥി. അതിഥി. ഇവിടെ ധി എന്നുള്ള ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചോളണം. ധി. സാധാരണഗതിയിൽ അതിഥി ഇങ്ങനെയൊക്കെ എഴുതുന്നവരുണ്ട്. ഇങ്ങനെ ഒരു കാരണവശാലും എഴുതരുത്. അതിഥി ഈ ഒരു സ്പെല്ലിങ് കറക്റ്റായിട്ട് നിങ്ങളുടെ പുസ്തകത്തിൽ പഠിച്ചു വെച്ചോളണം. ഇനി വരുന്ന പരീക്ഷയ്ക്കും ചോദിക്കാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണിത്. അതിഥി. അതിഥി ഈ ഒരു കാര്യം ശ്രദ്ധിച്ചു വെച്ചോളണം. അതിഥി എന്ന ഈ ഒരു വാക്കിനെ പറ്റി 2025 നടന്ന ക്ലർക്ക് പരീക്ഷ എന്ന് പറയുമ്പം 23/2025 ആ ഒരു പരീക്ഷയിലാണ് ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി 13ാമത്തേത് കവയിത്രി. 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 ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം ഇതാണ്. കവയിത്രി. കേരള PSCയുടെ പരീക്ഷകൾ എന്ന് പറയുമ്പം 2024 മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നടത്തിയിട്ടുള്ള കേരള PSCയുടെ പരീക്ഷകളിൽ മൊത്തം 4 പ്രാവശ്യമാണ് കവയിത്രി എന്നുള്ള ഈ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ പുസ്തകത്തിൽ ഇപ്പോൾ തന്നെ കവയിത്രി എന്നുള്ള ഈ ഒരു വാക്ക് ചുവപ്പ് മഷി പേന കൊണ്ട് അടയാളപ്പെടുത്തി വയ്ക്കണം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന മറ്റൊരു കാര്യമുണ്ട്. കവി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് കവയിത്രി. കവി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് കവയിത്രി. ഇതുകൂടി പഠിച്ചു വയ്ക്കണം. അറിഞ്ഞിടാത്തവരുണ്ടെങ്കിൽ ഇതും കൂടി പഠിച്ചു വെച്ചോളണം. കവി എന്ന വാക്കിൻ്റെ ഓപ്പോസിറ്റ് വാക്കാണ് കവയിത്രി. കവയിത്രി എന്ന ഈ ഒരു വാക്കിനെ പറ്റി 2024 LD ക്ലർക്ക് തിരുവനന്തപുരം ജില്ലയുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2024 ഖാദി ബോർഡ് LD ക്ലർക്കിൻ്റെ മെയിൻസ് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഫീമെയിൽ വാർഡൻ്റെ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയിൽസ് അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 ആ ഒരു പരീക്ഷയിലും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മൊത്തം 4 പരീക്ഷകളിലാണ് കവയിത്രി എന്ന ഈ വാക്കിനെ പറ്റി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഇവിടെ ഒട്ടുമിക്ക പേർക്കും തെറ്റിപ്പോകുമെന്ന് പറയുമ്പോൾ കവിയിത്രി. കവിയിത്രി ഇങ്ങനെ എഴുതി പോകും. ഇങ്ങനെയാണ് സാധാരണ ഒട്ടുമിക്ക പേർക്കും എഴുതി തെറ്റിക്കുന്നത്. കവയിത്രി ഇങ്ങനെ എഴുതും. ഇത് തെറ്റാണ്, തെറ്റാണ്, തെറ്റാണ്. ഇതാണ് ശരിയായിട്ടുള്ള വാക്ക്. കവയിത്രി. 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 ഈ ഒരു കാര്യം ഇനി ശ്രദ്ധിച്ചോളണം. ഇത്രയും കാര്യങ്ങളാണ് 2024 മുതൽ 2025 വരെ പദശുദ്ധിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള PSCയുടെ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതേ കണക്കത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുക. എങ്കിൽ അതിനനുസരിച്ച് ഞാൻ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് തരാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു കഴിഞ്ഞാൽ ഇതേപോലത്തെ എൻ്റെ വീഡിയോസ് ഇനി നിങ്ങൾക്ക് കിട്ടും.
ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.